ശ്രീലങ്ക ഒട്ടനവധി ദുരന്തങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു രാഷ്ട്രം. ആ രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയുടെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടു. അവിടെ ഉദിച്ചുയർന്ന സൂര്യനെ പോലെ ശ്രീലങ്കക്കാരെ സായുധ കലാപത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ട് അതിന് നേതൃത്വം നൽകിയ ഒളിവിലിരുന്നുകൊണ്ട് നേതൃത്വം നൽകിയ പുലി പ്രഭാകരൻ എന്ന നാമത്തിൽ അറിയപ്പെടുന്ന വേരുപ്പുള്ള പ്രഭാകരൻ കൊല്ലപ്പെട്ടു. ആ ശ്രീലങ്ക രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടത്. അതിലേക്കൊന്നും കടക്കുന്നതിന് മുമ്പ് കടക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ശ്രീലങ്കയിൽ അധികാരത്തിൽ വരാൻ പോകുന്നത് 42.31% വോട്ടുകൾ കരസ്ഥമാക്കിക്കൊണ്ട് അന്യരു കുമാരദാസ് നായക എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന ആൾ ആണ് അധികാരത്തിൽ വരാൻ പോകുന്നത്. ഇദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ്. മാർക്സിസ്റ്റ് കാരനായിട്ടാണ് അറിയപ്പെടുന്നത്. പക്ഷെ ഇതിനു മുമ്പ് 3/4 ലക്ഷത്തോളം മനുഷ്യരുടെ ജീവൻ അവിടെ നഷ്ടപ്പെട്ടു. അതിന്റെ കൂടി ഫലമായിട്ടാണ്, ആ രക്തസാക്ഷിത്വത്തിന്റെ ഫലമായിട്ട് കൂടിയാണ് ഇപ്പോൾ മാർക്സിസ്റ്റ് നേതാവ് ശ്രീലങ്കയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടാൻ പോകുന്നു. അദ്ദേഹം ഇപ്പോൾ നിയുക്ത പ്രസിഡന്റാണ്. അദ്ദേഹത്തിന് 42.8 വോട്ടുകൾ ലഭിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് 32.81 വോട്ടുകൾ മാത്രമാണ്. അതുകൊണ്ട് നിയുക്ത പ്രസിഡന്റ് അധികാരത്തിൽ വരുമ്പോൾ തന്നെ ശ്രീലങ്ക അതിദാരുണമായ അതിഭീകരമായ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഇപ്പോൾ. ആ സാമ്പത്തിക പ്രതിസന്ധിയെ ഉയർത്തിക്കാട്ടിയാണ്, അതിന് പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ടാണ് പുതിയ പ്രസിഡന്റ് അധികാരത്തിൽ വന്നത്. എന്നാൽ ഇനി വരാൻ പോകുന്ന കാലം എന്ന് പറയുന്നത് ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ അതിരൂക്ഷമായ പ്രതിസന്ധികൾ, രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇനി വരാൻ പോകുന്നത്. അതിനെ മറികടക്കാൻ പുതിയ പ്രസിഡന്റും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയും ചില പരിപാടികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് എത്രത്തോളം വിജയകരമാകുമെന്ന് തുടർന്നുള്ള ദിവസങ്ങളിലെ പറയാൻ കഴിയും. എന്തായാലും ഇന്ന് ശ്രീലങ്ക അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ്. ആ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി, ആ പ്രതിസന്ധിയെ ഒരു ഘട്ടം വരെ ഒരു പരിധിവരെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഇപ്പോഴത്തെ മാർക്സിസ്റ്റ് നേതാവ് അധികാരത്തിൽ വന്നിരിക്കുന്നത്. അദ്ദേഹം അതിനെ ഈ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടുന്ന ചില നിർദ്ദേശങ്ങൾ, പ്രായോഗികമായ നിർദ്ദേശങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടതും തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതും. ആ നിർദ്ദേശങ്ങൾ അദ്ദേഹം അക്ഷരം പ്രതി പാലിക്കുമെന്നും ശ്രീലങ്കയെ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കരകയറ്റുമെന്നും നമുക്ക് ആശിക്കാം. ശ്രീലങ്കയും കേരളവും തമ്മിൽ വളരെയധികം സാംസ്കാരികപരമായും പാരമ്പര്യമായും സാമൂഹ്യമായും സാംസ്കാരികമായും ഒക്കെ വളരെയധികം അടുത്ത ബന്ധം നിലനിൽക്കുന്ന ഒരു രാഷ്ട്രമാണ്
ശ്രീലങ്ക. കേരളത്തിൽ നിന്ന് നിരവധി പേർ ശ്രീലങ്കയിൽ പോയി ജോലി ചെയ്യുന്നുണ്ട്. അവിടുത്തെ പൗരത്വം സ്വീകരിച്ചവരുണ്ട്. അവിടെ നിന്നും വിവാഹ ബന്ധത്തിലേർപ്പെട്ട് കുട്ടികളുമായി അവിടെ കുടുംബസമേതം താമസിക്കുന്ന നിരവധി മലയാളികളുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ നിരവധി തമിഴരും അവര് കുടുംബസമേതം ശ്രീലങ്കയിൽ താമസിക്കുന്നുണ്ട്. അവരെയെല്ലാം സുരക്ഷിതത്വം ഒരു വലിയ ഘടകമാണ്. അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി നഷ്ടപ്പെട്ടത് ശ്രീലങ്കൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായ ചില മാറ്റങ്ങളുടെ ചില വ്യതിചലനങ്ങളുടെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് വളരെ സൂക്ഷ്മമായിട്ട് ശ്രീലങ്കൻ രാഷ്ട്രീയം കൈകാര്യം ചെയ്യാവൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രതികരണം പൂർത്തിയാക്കുകയാണ്. നന്ദി, നമസ്കാരം.